ഹായ് ഫ്രണ്ട്സ്, സൂപ്പർ കൺമണി സീരിയലിൻ്റെ ഒരു പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ കൃഷും കൺമണിയും കൂടി ചേർന്നിട്ട് ആ ഫാക്ടറിയിലെ തൊഴിലാളികളോട് ആ ഒരു കാര്യം സംസാരിക്കാം കേട്ടോ. എങ്ങനെയാണ് ഈ കമ്പനിയിൽ ലാഭം കൊണ്ടുവരിക, അതോടുകൂടി നിങ്ങളെ ദാരിദ്ര്യം ബുദ്ധിമുട്ടും എങ്ങനെ മാറ്റാണെന്നുള്ളത്. അങ്ങനെ അവരതിന് സമ്മതിക്കുന്നു. അതിൻ്റെ സന്തോഷത്തിലാണ് കേട്ടോ കൺമണിയും കൃഷും കൂടി. അതിനുശേഷം തന്നെ വീട്ടിൽ കാണിക്കുന്നത് മാനസയാണ് കേട്ടോ. മാനസയാണെങ്കിലോ അങ്ങോട്ട് പോരാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുന്നു. അപ്പോഴത്തേനും ആൻറ്റിയമ്മയ്ക്കാണെങ്കിലോ മനസ്സെ സപ്പോർട്ട് ചെയ്തിട്ട് തന്നെയാണ് കേട്ടോ സംസാരിക്കുന്നത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൺമണി അവളോട് പോകാൻ പറ, അവളൊന്നും എൻ്റെ മാനസയെ അടുത്തെത്തി കൃഷിൻ്റെ പെണ്ണായിട്ട് ഇനി മാനസ തന്നെ വന്നാൽ മതി, അവളെ പുറത്ത് വലിച്ചെറിയേണ്ടവളാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷം തന്നെ സാഗർ പറയുന്നുണ്ട്, ആ ചേച്ചിയമ്മ എന്ത് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ഓരോന്ന് പറയുന്നത്? കാരണം മാനസ അത്ര നല്ല കുട്ടിയാണെന്നുള്ളത് ചേച്ചിയമ്മയ്ക്ക് എന്താ അത്ര ഉറപ്പ്? എനിക്കങ്ങനെ തോന്നുന്നില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവളല്ല ആ ഡിസൈൻ വരച്ചതെന്ന് തോന്നുന്നു എനിക്ക്. കാരണം ദേവ്സിയുടെ സംസാരത്തിൽ തന്നെ പല മാറ്റങ്ങളുണ്ട്. കാരണം മാനസയാണെങ്കിലോ ആ ഡിസൈനുകളൊക്കെ വരയ്ക്കുമ്പോൾ വളരെയധികം ബോറായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഡൽഹി പ്രൊജക്റ്റിൻ്റെ കാര്യം, അതെന്തോ നിഗൂഢതകളുണ്ട് അതിനകത്ത്, ഇത് എനിക്ക് മനസ്സിലായി. ഞാൻ എൻ്റെ സംശയം പറഞ്ഞതാണ്. ആരും എപ്പോഴും മാനസയെ പുകഴ്ത്തുന്നത് കുറച്ച് നിർത്തുന്നതായിരിക്കും നല്ലതെന്നൊക്കെ പറയുന്നു കേട്ടോ. അതിനുശേഷം മഹിപാലിനെ കാണിക്കുന്നത്, മഹിപാലെല്ലാം അറിഞ്ഞിട്ടുണ്ട്. കാരണം ശ്രീദേവി തന്നിൽ നിന്ന് അവരെവിടെയാണെന്നുള്ളത് ചോർത്തിയെടുത്തിട്ടുണ്ട്. അതോടുകൂടി മാനസ് ഇപ്പം നിങ്ങളെ കാണാനായിട്ട് അങ്ങോട്ട് വരിക കേട്ടോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കൃഷി നീ സൂക്ഷിക്കണം. മാത്രമല്ല മാനസയുടെ കാര്യത്തിൽ പെട്ടെന്നൊരു തീരുമാനം നീ എടുക്കണം, അല്ലെങ്കിൽ അവൾ നിന്നെ വിട്ട് പോവില്ല എന്ന് പറയുന്നു കേട്ടോ. പിന്നീട് കാണിക്കുന്നത് സുമിത്രയും അതുപോലെ തന്നെ ഭാഗ്യശ്രീയാണ് കേട്ടോ. ഭാഗ്യശ്രീ എല്ലാം അറിഞ്ഞിട്ട് എല്ലാം ബലരാമനോട് ചെന്ന് പറയുന്നവളല്ലേ. അപ്പോൾ തന്നെ സുമിത്ര പറയുന്നുണ്ട്, നീയാണടി അത് കാര്യങ്ങളൊക്കെ അവനോട് ചോർത്തി കൊടുത്തത്, നീയാണ് ഇവിടുത്തെ പ്രശ്നക്കാരി, നീ ഞങ്ങളുടെ ജീവിതം തുലയ്ക്കാൻ നിൽക്കരുത് എന്നൊക്കെ പറയുന്നു കേട്ടോ. അമ്മ എന്താ വിചാരിച്ചേ? ആ ജയിലിൽ കിടക്കുന്ന ആ പാവ ഏട്ടനെ കൊണ്ട് എന്തൊക്കെ നിങ്ങൾ ചെയ്യിപ്പിച്ച്, നിങ്ങളുടെ ലാഭത്തിന് വേണ്ടി. ഇനി ഒരിക്കലും നടക്കില്ല. അങ്ങനെയായിട്ട് നിങ്ങളുടെ കാര്യത്തിൽ ബലിയാടാവാൻ ഞാൻ സമ്മതിക്കില്ല. അത് ഞാൻ സമ്മതിക്കൂടി. കാരണം സാഗറിനെ കൊല്ലേണ്ടത് ഞങ്ങളുടെ ഉത്തരവാദിത്വമാണ്. മാത്രമല്ല അത് അവനെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കും. അതിന് ആര് എതിർത്താലും ഞാനത് ചെയ്യിപ്പിക്കുന്ന വാശിയിലാട്ടോ സുമിത്ര. എന്തായാലും അറിഞ്ഞതെല്ലാം തന്നെ ഭാഗ്യശ്രീ എന്തായാലും ബലരാമനെ അറിയിക്കും എന്ന് ഉറപ്പുള്ളതാണ്. ഇത്രയും കാണിച്ചുകൊണ്ട് പ്രമോ കാണുന്ന എപ്പിസോഡായിട്ട് കാണാം.